പിന്നെ MOU എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതേപോലെ നമ്മളെ ഈ UAE ഖത്തർ തമ്മിലുള്ള മ്യൂച്വൽ ക്വാളിഫിക്കേഷൻ്റെ ബേസിലുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് ഇപ്പം ഈ നമ്മളെ ഇന്ത്യയിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിപ്പോൾ CA ആണെങ്കിൽ CAൻ്റെ ക്വാളിഫിക്കേഷൻ, അപ്പോൾ അത് ഖത്തറിൽ പോയാലും അവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ ഖത്തറിലേക്ക്, അപ്പോൾ അത് മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ പിന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ്റെ ബേസിൽ അത് അവിടെ അപ്രൂവ്ഡ് ആവും. അതേപോലെയാണ് സ്കിൽ ട്രെയിനിങ്. അതായത് ഇപ്പോൾ ഡിപ്ലോമാൻ്റെ കോഴ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇപ്പം വേറെ ഒരു കൺട്രിയിലായിട്ട് അപ്രൂവൽ അവർക്ക് കൊടുക്കുക. പിന്നെ നല്ല ബെസ്റ്റ് പ്രാക്ടീസസ്, അങ്ങനെ പല സംഭവങ്ങളും രണ്ട് കൺട്രീസ് തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ അങ്ങനെ സ്കിൽ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ NSD നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് പറഞ്ഞാൽ നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് മിഷൻ ഓഫ് MSDൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. സ്കിൽസ് ഇന്ത്യയിലൊട്ടാകെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. മെയിനായിട്ട് ഇതിൻ്റെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അഷ്വർ ചെയ്യുക, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അഷ്വർ ചെയ്യുക. പിന്നെ സപ്പോർട്ട് പ്രൈവറ്റ് സെക്ടറിനും സപ്പോർട്ട് കൊടുക്കുക. ഇത് പറഞ്ഞാൽ 49% ഒരു ഗവൺമെൻറ്റിൻ്റെതും 51% പ്രൈവറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അവിടെ പറഞ്ഞാൽ മെയിനായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റ് ആണ് അവിടെ ഇത് ചെയ്യുന്നത്. എൻഹാൻസ് സപ്പോർട്ട് ആൻഡ് കോർഡിനേറ്റ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഇനീഷ്യേറ്റീവ് ത്രൂ പബ്ലിക് സ്ട്രൈവ്. പിന്നെ അതേപോലെ മാർക്കറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക, പിന്നെ പ്രൈവറ്റ് സെക്ടറിന് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ഓരോരോ ആണ് ഈ MSDൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞത്. ലാർജ് സ്കെയിലായിട്ട് ഇവിടെയൊക്കെ സിംഗിൾ വിൻഡോ ഓപ്പൺ ഫെസിലിറ്റീസ് ആണ്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ആഫ്റ്റർ going to the vision, the mission, the objective of NSD, it can be said that NSD is like the mandate of skills development under PPP model. Skill development of India. അടുത്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആൻഡ് ഇൻക്യുബേറ്റർ എന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഓരോരോ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ is a flagship program of Government of India with major aim of building a strong ecosystem which is favorable for the growth of startup business, which in turn gives a sustainable economic growth leading to large-scale opportunities for employment. The Startup in India program had 19-point action plan, incubation centers. അപ്പം ഇത് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്നത് 2016 ലോഞ്ച് ചെയ്തൊരു പ്രോഗ്രാമാണ്. അതായത് ഏതൊരു എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ എയിം. എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഫണ്ടിങ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ ഒരു ഫണ്ട് പ്രൊവൈഡ് ചെയ്യണ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഇൻക്യുബേറ്റർ. ഇപ്പോൾ IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലൊക്കെ അതിൻ്റെ ഒരു ലക്നൗവിലൊക്കെ ഇതേപോലത്തെ ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ IIT BHU ഇവരൊക്കെ മെയിൻ IIT കഴിഞ്ഞ കുട്ടികൾക്ക് ഇപ്പോൾ എൻജിനീയേഴ്സിനൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് ഈ ഇൻക്യുബേറ്റേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യും. അപ്പം നമ്മളെ നാട്ടിൽ കുറേ ടൈപ്പ് ഓഫ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. ഇൻക്യുബേറ്റർ EISES എസ്റ്റാബ്ലിഷ് ഇൻക്യുബേറ്റർ സെൻറ്റേഴ്സ്, EAES എന്നൊക്കെ പറഞ്ഞ കുറേ ഇൻക്യുബേറ്റർ സപ്പോർട്ട് നമ്മളെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് ആൻഡ് സക്സസ്, സ്റ്റാർട്ടപ്പ് കമ്പനീസിന് ഗ്രോത്തും സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻക്യുബേറ്റേഴ്സൊക്കെ ഉള്ളത്. ഓക്കെ, ഇന്ത്യൻ ഏഞ്ചൽ ഇതിൽ അപ്പം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ, ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് നോക്കിയാൽ എന്താണ് ഇന്നോവേഷൻ എന്നുള്ളതാണ്. ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഗ്രാം, ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമൊക്കെയാണ്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ എന്തിനാണ്, അതായത് നല്ലൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടി. ഡിജിറ്റൽ ഇന്ത്യ അറിയാം, ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് സ്ട്രാറ്റജി കമ്പനി സ്പീഡ്
ബിസിനസ്സിൻ്റെ ഓരോരോ ഗ്രോത്ത്, അതായത് ഓരോ കമ്പനീസിൻ്റെ ഗ്രോത്തിനും സക്സസ്സിനും വേണ്ടിയിട്ടാണ്. പിന്നെ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഇതൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നോവേഷൻ്റെ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു, ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. അതെന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ക്രിയേറ്റിവിറ്റിൻ്റെ ഡിഫറൻസ്, ടെക്നോളജി ഇന്നോവേഷൻ എന്താ, മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അപ്രോച്ചും സ്ട്രാറ്റജീസും എന്താണ്, പിന്നെ ആക്ഷൻ പ്ലാൻ, സ്റ്റാർട്ടപ്പ് ഇന്ത്യേൻ്റെ ആക്ഷൻ പ്ലാൻ എന്താണെന്നൊക്കെ ഉള്ളതാണ് ക്വസ്റ്റ്യൻ. ആക്ഷൻ പ്ലാൻ ഓഫ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സിംപ്ലിഫിക്കേഷൻ ആൻഡ് ലാൻഡ് ഹോൾഡിംഗ്, ഫണ്ടിങ് സപ്പോർട്ട് ആൻഡ് ഇൻസെൻറ്റീവ്സ്, ഇൻഡസ്ട്രി, അക്കാഡമിക്കൽ, പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ. ഓക്കെ, കാരണം നമ്മളിതിൽ പഠിച്ചിരിക്കുന്നത്. ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റ് അപ്രോച്ച് ആൻഡ് സ്ട്രാറ്റജീസ്, ഇതൊക്കെയാണ് കേട്ടോ. സെറ്റിംഗ് അപ്പ് ഫസ്റ്റ് എവർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പ്രധാനമന്ത്രി യോജന, നാഷണൽ അപ്രൻറ്റീസ്ഷിപ്പ് സ്പേസ് ആണ് ഇതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ അപ്രോച്ചസ് ആൻഡ് സ്ട്രാറ്റജീസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതൊക്കെ നമ്മളതിൽ പറഞ്ഞിരിക്കണം. ഓക്കെ.